ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണിത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാങ്ങയാണ്, അതുപോലെ നല്ല മധുരം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളെ മാങ്ങൻ്റെ മധുരം കുറവാണെങ്കിൽ ഇതിലധികം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ, ഒട്ടും തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അരട്ടിന് കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു പാല് ചൂടാകുന്ന ടൈമിന് ഇവിടെ ഞാനൊരു ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും അതുപോലെ 1/2 കപ്പ് പാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കുമ്പം നമ്മൾ ഈ ഒരു പാല് കുറച്ചൊന്ന് തിക്കാവും കേട്ടോ. അന്നേരം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇവിടെ ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് പോർഷനൊക്കെ കട്ട് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ 5 ബ്രെഡാണ് ഫസ്റ്റ് ലെയറിനായിട്ട് ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ ട്രേൻ്റെ വലുപ്പം അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ആവശ്യം വരാം. അപ്പോൾ ഇവിടെ ഇതുപോലെ സെറ്റാക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു പാൽ മിക്സ് ഉണ്ടല്ലോ, അത് പകുതി ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഈ ഒരു ബ്രെഡ് നന്നായിട്ട് ആ ഒരു പാൽ മിക്സ് കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഈ 3rd ലെയറായിട്ട് ഈ ഒരു മാംഗോൻ്റെ മിക്സാണ് കേട്ടോ. അപ്പോൾ അത് പകുതി ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിസ്തയാണ് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ടോ ബദാമോ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ഇനി വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി ഇവിടെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് ചെറിയ പീസ് മാംഗോ വെച്ചിട്ടും അതുപോലെ പിസ്ത വെച്ചിട്ടുമാണ് കേട്ടോ. പിന്നെ നടുക്കൊരു ചെറിയ പുതിനയിലയും കൂടി വെച്ചിട്ടാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഡെക്കറേഷനൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ രീതിയിൽ ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സെറ്റ് ആവുകയും ചെയ്യും. അതുപോലെ 1 മണിക്കൂർ മതി കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങാണിത്. അപ്പോൾ ഇവിടെ ഇതാ ഞാനിത് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്